Hello students. In this video we'll be discussing about a statement called statement of affairs. You might be familiar with the statement of affairs when you were dealing with say single entry system of bookkeeping. And in this case, that is at the time of winding up of a company, statement of affairs means it's a statement which provides an overall idea as to the financial position of the organization to the liquidator. So when the board of directors appoints a person as liquidator, he should be provided with a statement of affairs which details about the assets and liabilities and the details of preferential creditors, and all these details should be provided in that. So this statement is known as statement of affairs. It's not a balance sheet, but it contains many other information which is not there in balance sheet also. So the officer and director of a company under liquidation. ഒരു കമ്പനി ലിക്വിഡേഷനിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലുള്ള ഓഫീസറോ ഡയറക്ടേഴ്സോ മസ്റ്റ് മേക്ക് ഔട്ട് ആൻഡ് സബ്മിറ്റ് വിത്തിൻ 21 days of the tribunal's order. ഇത് ഇൻ കേസ് ഓഫ് വൈൻഡിങ് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ ആണെങ്കിൽ ട്രിബ്യൂണൽ വൈൻഡിങ് അപ്പിന് പറഞ്ഞ് 21 ദിവസത്തിനകം or such extended time not exceeding 3 months as a liquidator or the tribunal may allow. ലിക്വിഡേറ്ററോ ട്രിബ്യൂണലോ പെർമിറ്റ് ചെയ്യുന്നത് പ്രകാരം 3 മാസം വരെ അത് ചെയ്യും. 21 ദിവസമാണ്, അത് 3 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഷുഡ് പ്രൊവൈഡ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ ഫോളോയിങ്. ഈ സാധനമാണ്, ഇത്രയും കാര്യങ്ങളുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി സ്റ്റേറ്റിംഗ് സെപ്പറേറ്റ്ലി ദ ക്യാഷ് ബാലൻസ് in hand and at bank, if any, and the negotiable securities, if any, held by the company. അപ്പോൾ അസറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്, പിന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു അസറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്. ദെൻ ഇറ്റ്സ് ഡെപ്റ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഇതിന് എന്തൊക്കെ ബാധ്യതകളുണ്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ ലയബിലിറ്റീസ് എന്നുള്ളത്. ദെൻ ദ നെയിംസ്, റെസിഡൻസസ് ആൻഡ് ഓക്യുപ്പേഷൻ ഓഫ് ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ്, സ്റ്റേറ്റിംഗ് സെപ്പറേറ്റ്ലി ദ എമൗണ്ട് ഓഫ് സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ് ഡെപ്റ്റ്. ക്രെഡിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, പേര് വിവരങ്ങളും അവരുടെ ഓക്യുപ്പേഷനും ഒക്കെ അഡ്രസ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ അതിൽ എത്ര സെക്യൂർഡ് ഉണ്ട്, എത്ര അൺസെക്യൂർഡ് ഡെപ്റ്റ്, ആൻഡ് ഇൻ ദ കേസ് ഓഫ് സെക്യൂർഡ് ഡെപ്റ്റ്സ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ദ സെക്യൂരിറ്റീസ് ഗിവൻ. സെക്യൂർഡ് ആണെങ്കിൽ അതിൽ ഏതൊക്കെ അസറ്റിൻ്റെ മുകളിലാണ് സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നത്, വെദർ ബൈ ദ കമ്പനി ഓർ ഇറ്റ്സ് ഓഫീസേഴ്സ്, ദർ വാല്യൂ ആൻഡ് ദ ഡേറ്റ്സ് ഓൺ വിച്ച് ദേ വർ ഗിവൻ. അപ്പോൾ ആ അസറ്റ്സിന് എന്തൊക്കെ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്ന അസറ്റ്സിൻ്റെ വാല്യൂ എന്താണ്, ആൻഡ് എപ്പോഴാണ് ഇത് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ്. ദ ഡെപ്റ്റ്സ് ഡ്യൂ ടു ദ കമ്പനി ആൻഡ് ദ നെയിംസ്, റെസിഡൻസ് ആൻഡ് ഓക്യുപ്പേഷൻ ഓഫ് പേഴ്സൺസ് ഫ്രം ഹൂം ദേ ആർ. ആ ഡെറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ഫ്രം ഹൂം ദേ ആർ ഡ്യൂ ആൻഡ് ദ എമൗണ്ട് ലൈക്ലി ടു ബി റിയലൈസ്ഡ് ഓൺ അക്കൗണ്ട് ദെയർ ഓഫ്. അപ്പോൾ ആ ഡെറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് എങ്ങനെയാണ്, ആരാണ് ഡെറ്റ്, ആരടുത്ത്, അവരുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അത് എപ്പോഴാണ് അത് സംഭവിച്ചിരിക്കുന്നത്, അത് റിയലൈസ് ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ. സച്ച് ഫർദർ ഓർ അതർ ഇൻഫർമേഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഓർ ആസ് ദ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ മേ റിക്വയർ. അപ്പോൾ ബാക്കി എന്തൊക്കെ ഇൻഫർമേഷൻ ആണോ ലിക്വിഡേറ്റർ ആവശ്യപ്പെടുന്നത് അതൊക്കെ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഒരു ഫോർമാറ്റാണത്. അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ, ഏകദേശം ഈ രീതിയിൽ തന്നെ വേണം നമ്മളത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇത് ഈ മുമ്പിൽ മേലുള്ള റൈറ്റിങ്സ് ഒന്നും ഇല്ലെങ്കിലും താഴെയുള്ള ആ കോളംസ് ഒക്കെ ഉള്ളത് വേണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ഡാഷ് ലിമിറ്റഡ് ആസ് ഓൺ ആ ഡേറ്റ് എഴുതുക, ബീയിങ് ദ ഡേറ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഓർഡർ, അത് എന്ത് പ്രകാരമാണ് എന്നുള്ളത് എഴുതുക. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ അസറ്റ്സ് ഒക്കെയാണ് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ്. ഓരോന്നൊന്ന് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. ദ ബാലൻസ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ബിൽസ് റിസീവബിൾ, ട്രേഡ് ഡെറ്റേഴ്സ്, അങ്ങനെ അസറ്റ്സ് ഒക്കെ എഴുതി വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡും ബാങ്കും അടക്കമുള്ള എല്ലാ അസറ്റ്സും എഴുതാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇനി അടുത്തത്, അപ്പോൾ ഇതൊന്ന് ഫോർമാറ്റ് ഒന്ന് ഞാൻ ഫോട്ടോ ഇടാം, അതൊന്ന് എഴുതി വെക്കണം കേട്ടോ. ഫോർമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എഴുതി വയ്ക്കുക. നോക്കൂ, ഇതിനകത്ത് അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ്, അത് ലിസ്റ്റ് ബി. ലിസ്റ്റ് എ ആണെന്നപ്പം എന്താണ്, അസറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. സ്പെസിഫിക്കലി പ്ലെഡ്ജ് ചെയ്തിട്ടുള്ളതാണ് അസറ്റ് നോട്ട് പ്ലെഡ്ജ്ഡ് ആണ് ലിസ്റ്റ് എ. അസറ്റ് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ് ആണ് ലിസ്റ്റ് ബി. അതിൻ്റെ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ എത്രയാണ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത്, ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എത്രയാണ് അൺസെക്യൂർഡ് പോർഷൻ, സർപ്ലസ് ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് കോളത്തിൽ. ഇങ്ങനെ ആ ഡീറ്റെയിൽസ് വേണം. ദെൻ എസ്റ്റിമേറ്റഡ് സർപ്ലസ് ഫ്രം അസറ്റ് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ്,
പ്ലഡ്ജ് ചെയ്തതിനകത്ത് നിന്ന് നമുക്ക് എത്ര സർപ്ലസ് ഉണ്ട്, എസ്റ്റിമേറ്റഡ് ടോട്ടൽ അസറ്റ് അവൈലബിൾ ഫോർ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ നോട്ട് പ്ലഡ്ജ്ഡും ഈ സർപ്ലസും കൂടെ കൂടിയതാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് ഉണ്ടാവുക. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ് ആൻഡ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, അവർക്കുള്ളതാണ് ആ ബാലൻസ് എമൗണ്ട്. പിന്നെ അതാണ് ബാക്കി സമ്മറി ഓഫ് ഗ്രോസ് അസറ്റ്സ്. ദെൻ ഗ്രോസ് റിയലൈസബിൾ, ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാവും നമ്മളൊരു പ്രോബ്ലം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് സ്വന്തം ഉണ്ടാക്കുന്ന സമയത്ത്. ഗ്രോസ് റിയലൈസബിൾ വാല്യൂ ഓഫ് അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലെഡ്ജ്, അതർ അസറ്റ്സ് ഗ്രോസ് അസറ്റ്സ് എത്രയാണെന്നുള്ളത്. ദെൻ എസ്റ്റിമേറ്റഡ് ടോട്ടൽ അസറ്റ്സ് അവൈലബിൾ ഫോർ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഒക്കെയാണ് ഗ്രോസ് എമൗണ്ട്. ദെൻ ഗ്രോസ് ലയബിലിറ്റീസ് ടു ബി ഡിഡക്റ്റഡ്, എന്തൊക്കെയാണ് ഇതിനകത്ത് നിന്ന് കുറയ്ക്കേണ്ടത്, അത്ര തന്നെയുള്ളൂ ഇതിനകത്ത്. എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് കുറയ്ക്കേണ്ടത്. ഇതിനകത്ത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എത്രയാണ്, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എത്രയാണ്, എസ്റ്റിമേറ്റഡ് ബാലൻസ് ഓഫ് അസറ്റ്സ് അവൈലബിൾ ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, ഡിബെഞ്ചേഴ്സിനകത്ത് സെക്യൂർഡ് ബൈ ഫ്ലോട്ടിംഗ് ചാർജ് ലിസ്റ്റ് ഡിയിൽ എന്തൊക്കെയുണ്ട്, എസ്റ്റിമേറ്റഡ് സർപ്ലസ് ഓർ ഡെഫിഷ്യൻസി റിഗാർഡിംഗ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, എസ്റ്റിമേറ്റഡ് അൺസെക്യൂർഡ് ബാലൻസ് ഓഫ് ക്ലെയിംസ് ഓഫ് ക്രെഡിറ്റേഴ്സ് പാർട്ട്ലി സെക്യൂർഡ്, പിന്നെ ട്രേഡ് ക്രെഡിറ്റേഴ്സ്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ട്രേഡ് ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഒക്കെ വരാം. കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതും. അപ്പോൾ അങ്ങനെ നമുക്കുള്ള അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ഡീറ്റെയിൽസ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രിഫറൻഷ്യൽ ഓർഡറിൽ ആദ്യം നമ്മൾ പ്ലഡ്ജ് ചെയ്യാത്ത അസറ്റ്സ് എഴുതുന്നു, പിന്നെ നമ്മൾ പ്ലഡ്ജ് ചെയ്ത അസറ്റ്സ് എഴുതുന്നു. ആ പ്ലഡ്ജ് ചെയ്ത അസറ്റ്സിൻ്റെ അകത്ത് സർപ്ലസോ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കുന്നു. ആ സർപ്ലസ് ഉണ്ടെങ്കിൽ അത് പ്ലഡ്ജ് ചെയ്യാത്ത അസറ്റിൻ്റെ കൂടെ കൂട്ടി അതാണ് നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിലേക്ക് വീതിച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിങ്ങനെ മൈനസ് ചെയ്ത് പോണതാണ് അതിൻ്റെ ഒരു രീതി. ആ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. പ്രൊസീജിയർ ഓഫ് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ സ്കാൻ ഡോക്യുമെൻ്റ് ആയിട്ട് കാണുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അത് ചെയ്യാൻ സമയത്ത് എളുപ്പമാണ്. ടേക്ക് ഓൾ അസറ്റ്സ് വിച്ച് ആർ നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ് അറ്റ് ദ റിയലൈസബിൾ വാല്യൂ. ബുക്ക് വാല്യൂവിലല്ല എടുക്കുക, റിയലൈസബിൾ വാല്യൂ. അതിനിപ്പോൾ എത്ര, ലിക്വിഡേഷൻ്റെ സമയത്ത് ഇതിന് എത്ര വിലയുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൾസ് ആൻഡ് അരിയേഴ്സ് ഉണ്ടെങ്കിൽ അതും ഒരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജ് ചെയ്തിട്ടുള്ള ഒരു അസറ്റായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട പണി അതാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ആഡ് ദ സർപ്ലസ് ഫ്രം അസറ്റ് സ്പെസിഫിക്കലി പ്ലെഡ്ജ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അസറ്റ് സ്പെസിഫിക്കലി പ്ലെഡ്ജിൻ്റെ റിയലൈസബിൾ വാല്യൂ എത്രയാണ്, ആ പ്ലെഡ്ജ് ചെയ്ത കടം എത്രയുണ്ട്, ആ കടം വീട്ടിൽ കഴിഞ്ഞാൽ ഈ അസറ്റിൽ നിന്നുള്ള റിയലൈസബിൾ വാല്യൂവിൽ ബാക്കി വല്ലതും ഉണ്ടോ, ആ സർപ്ലസ് ആണത്. ഈ സർപ്ലസിനെ നമ്മൾ മേലെ കാണിച്ച അസറ്റ്സിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഫ്രം ദ ടോട്ടൽ ഓഫ് 1 and 2 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡിഡക്ട് ദ എമൗണ്ട് ഓഫ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആദ്യം കുറയ്ക്കാം. ദെൻ ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ് ഹാവിങ് ഫ്ലോട്ടിംഗ് ചാർജ്, അതായിരിക്കും ഡിബെഞ്ചേഴ്സ്. ഫ്ലോട്ടിംഗ് ചാർജുള്ള ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ആൻഡ് ദ റിസൾട്ട് വിൽ ബി ദ സർപ്ലസ് ഓർ ഡെഫിഷ്യൻസി ആസ് റിഗാർഡ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. ഇപ്പോൾ ബാക്കിയുള്ളത് ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും, ഡിബെഞ്ചർ ഹോൾഡറിനൊക്കെ കൊടുത്തതിന് ശേഷമുള്ള ബാക്കിയുള്ളത് ഉണ്ടെങ്കിൽ സർപ്ലസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഡെഫിഷ്യൻസി ആയിരിക്കും. അതിനകത്തുനിന്ന് ഡിഡക്ട് ദ എമൗണ്ട് ഓഫ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഇപ്പോൾ ഈ കിട്ടിയ തുകയിൽ നിന്ന് നമ്മൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനെ കുറയ്ക്കാം. ദിസ് വിൽ ബി ദ സർപ്ലസ് ഓർ ഡെഫിഷ്യൻസി ആസ് റിഗാർഡ്. അപ്പോൾ എന്നിട്ടും കാശ് ബാക്കി ഉണ്ടെങ്കിലാണ് സർപ്ലസ് ഉണ്ടാവുക, ഇല്ലെങ്കിൽ നെഗറ്റീവ് ഫിഗറായിട്ട് ഇങ്ങനെ തുടരും. ദെൻ അത് കഴിഞ്ഞാലോ ആഡ് ദ എമൗണ്ട് ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ടു ദ എബവ് ഫിഗർ. അപ്പോൾ ഇത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഷെയർ ക്യാപിറ്റലും കൂടെ ആഡ് ചെയ്യുന്ന സമയത്തേക്ക് അത് ചിലപ്പോൾ പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ദ റിസൾട്ട് വിൽ ബി ഐദർ സർപ്ലസ് ഓർ ഡെഫിഷ്യൻസി ആസ് റിഗാർഡ്സ് മെമ്പേഴ്സ് ഓർ കോൺട്രിബ്യൂട്ടറീസ്. മെമ്പേഴ്സിന് അത്ര തന്നെ ബാധ്യത ഉണ്ടല്ലോ, അവരുടെ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ വരെ. ദെൻ എനി ലൈക്ലി എക്സ്പെൻഡിച്ചർ ഓൺ ലിക്വിഡേഷൻ ഷുഡ് ബി ഇഗ്നോർഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ലിക്വിഡേഷൻ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യണം. പക്ഷേ ഒരു നോട്ട് എഴുതണം. എ നോട്ട് മേ സിംപ്ലി ബി ഗിവൻ ദാറ്റ് സർപ്ലസ് ഓർ ഡെഫിഷ്യൻസി, പിന്നെ ഈ സർപ്ലസ് ഡെഫിഷ്യൻസി ഞാൻ ഷോർട്ട് ആക്കിയതാണ്, ആസ് ഷോൺ ബൈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, SOA എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്, ഇസ് സബ്ജക്റ്റ് ടു ദ കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ. എന്ത് സർപ്ലസ് ഉണ്ടെങ്കിലും ഇത് സബ്ജക്റ്റ് ടു കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ എന്ന് പറഞ്ഞിട്ടൊരു നോട്ട് എഴുതണം. ദെൻ any unrecorded asset or liability should be shown both in the statement of affairs and the deficit or deficiency or surplus account to make double entry complete. ഏതെങ്കിലും അസറ്റ് അൺറെക്കോർഡഡ് ആയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലും കാണിക്കണം, ഡെഫിഷ്യൻസി ഓഫ് സർപ്ലസ് അക്കൗണ്ടിനകത്ത് അതിലും കാണിക്കണം. ദെൻ personal guarantee given by any party including guarantee given by the directors for loans raised by the company should be ignored while preparing SOA. പേഴ്സണൽ ഗ്യാരണ്ടി വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സോ ലോൺ റേസ് ചെയ്യുന്ന സമയത്ത് അവർ വല്ല പേഴ്സണൽ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇഗ്നോർ ചെയ്യും, അതിനവിടെ പ്രിഫറൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മൾ ആ എന്താ പറയുക
ഫോർമാറ്റ് കണ്ടപ്പോൾ ചിലപ്പോൾ നമുക്കൊന്ന് കൺഫ്യൂസിങ് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ ഈ സ്റ്റെപ്സ് കേട്ട് കഴിയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമാണെന്ന് തോന്നില്ലേ? ആദ്യം എന്ത് ചെയ്യുക? സ്പെസിഫിക്കലി പ്ലഡ്ജ് ചെയ്ത അസറ്റ്സ് ഒക്കെ എഴുതി വയ്ക്കുക. പ്ലഡ്ജ് ചെയ്യാത്ത അസറ്റ്. പിന്നെ പ്ലഡ്ജ് ചെയ്തതിനകത്ത് സർപ്ലസോ ഡെഫിഷ്യൻസി ആണോ ഉള്ളതെന്ന് നോക്കാം. അത് ഇതിന് കൂടെ ആഡ് ചെയ്യാം. പിന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അവരെയൊക്കെ സെറ്റിൽ ചെയ്യുക. അതിന് ശേഷമുള്ള ബാക്കിയുണ്ടെങ്കിൽ അല്ലാത്ത ക്രെഡിറ്റേഴ്സിനൊക്കെ കൊടുക്കുക. എന്നിട്ടുള്ളതിൻ്റെ കൂടെ ഷെയർ ക്യാപിറ്റൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് എത്രയുള്ളത് എന്നുള്ളത് കിട്ടും. ക്ലിയർ? ഹോപ്പ് ഇറ്റ് ഈസ് ഓക്കെ ഫോർ യു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ പ്രോബ്ലം കൂടെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ തരാവും. സോ താങ്ക് യു.